കൂട്ടുകാരെ, നമ്മൾക്കിന്നൊരു കഥ കേട്ടാലോ? ഇന്നത്തെ കഥ ഒരു കാക്കയുടെയും സർപ്പത്തിൻ്റെയുമാണ്. പണ്ട് പണ്ടൊരിടത്ത് ഒരു പേരാലിൻ്റെ മുകളിൽ ഒരു ആൺകാക്കയും പെൺകാക്കയും കൂടുകൂട്ടി താമസിച്ചിരുന്നു. അവരവിടെ സന്തോഷപൂർവ്വം ജീവിച്ചു പോന്നു. ഒരു ദിവസം പെൺകാക്ക ഒരു കുഞ്ഞു മുട്ടയിട്ടു. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടി. അവരുടെ കുഞ്ഞു വരാറായി അല്ലേ? അവർ സന്തോഷപൂർവ്വം തുള്ളിച്ചാടി. നമ്മുടെ കുഞ്ഞു വരാറായല്ലോ. ഒരു ദിവസം കുഞ്ഞിന് വേണ്ടി ഭക്ഷണം അന്വേഷിച്ചു പോയ ആൺകാക്കയും പെൺകാക്കയും തിരിച്ചു വന്നപ്പോൾ ആ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല. എന്താ കാരണം? അവിടെ മരപ്പൊത്തിൽ ജീവിച്ചിരുന്ന ഒരു സർപ്പം അത് വന്ന് അവരുടെ കുഞ്ഞിനെ ഭക്ഷിച്ചിരിക്കുന്നു. അയ്യോ, കഷ്ടമല്ലേ! അവർക്ക് സങ്കടമായ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെൺകാക്ക വീണ്ടും മുട്ടയിട്ടു. പക്ഷേ എന്ത് കാര്യം? ആ കുഞ്ഞിനെ വീണ്ടും സർപ്പം വന്ന് ഭക്ഷിച്ചു. വളരെ സങ്കടകരമായ അവസ്ഥ അല്ലേ? അവർക്ക് എന്താ ചെയ്യണ്ടേ എന്ന് അറിയാത്ത അവസ്ഥയിലായി സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ കാക്കകൾ തൻ്റെ കൂട്ടുകാരനായ കുറുക്കനെ കണ്ടു. കൗശലക്കാരനായ കുറുക്കനോട് അവർ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മൾക്ക് ശക്തി കൊണ്ട് അവനെ തോൽപ്പിക്കാനാവില്ല അല്ലേ? പക്ഷേ ബുദ്ധി കൊണ്ട് നമ്മൾക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ. രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി രാജ്ഞിയുടെ മാലയെടുത്ത് അത് ആ സർപ്പത്തിൻ്റെ മാളത്തിനുള്ളിലിടൂ. പിന്നെ കാണാം എന്താ ഉണ്ടാവാൻ പോകുന്നത് എന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കാക്ക നേരെ രാജകൊട്ടാരത്തിലേക്ക് പറന്നു. കുളിക്കാനായി രാജ്ഞി തൻ്റെ രത്നമാല കുളിക്കടവിൽ അഴിച്ചു വെച്ചിരിക്കുന്നു. ആൺകാക്ക അത് കൊത്തിയെടുത്ത് പറന്നു. ഭടന്മാർ കാക്കയെ പിടിക്കൂ പിടിക്കൂ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി. പക്ഷേ കാക്ക നിന്നില്ല. കാക്ക വേഗം പറന്ന് പേരാലിൻ്റെ ചുവട്ടിലെത്തി. സർപ്പത്തിൻ്റെ മാളത്തിൽ ആ മാല കൊണ്ടുപോയി ഇട്ടു. മാലയെടുക്കാൻ വന്ന ഭടനെ സർപ്പം ആഞ്ഞു കൊത്തി. ഇതു കണ്ട മറ്റു ഭടന്മാർ കുന്തവും വാളുമെടുത്ത് സർപ്പത്തിന് നേരെ ആക്രമിക്കാൻ വന്നു. അവരുടെ വാളിൻ തുമ്പത്ത് സർപ്പത്തിന് പിടിച്ചു നിൽക്കാനായില്ല. അവിടെ സർപ്പത്തിൻ്റെ ജീവിതം അവസാനിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ പെൺകാക്ക വീണ്ടും ഒരു മുട്ടയിട്ടു. ആ മുട്ട വിരിഞ്ഞ് കാക്കക്കുഞ്ഞുണ്ടായി. അവർ സന്തോഷപൂർവ്വം അവിടെ ജീവിച്ചു.